ആദ്യം ചെയ്ത സംഗീത സംവിധാനം നിർമ്മിച്ച സിനിമ, അതിലെ പാട്ട് ഏതാണ്? അങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് നീയൻ സർഗ സൗന്ദര്യമേ ഭരതേട്ടൻ്റെ പാട്ട്, കാതോട് കാതോട്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, എൻ്റെ സംശയം ഉണ്ടായിരുന്നത് തന്നെയാണ്. നീ എൻ സർഗ സൗന്ദര്യമേ പാട്ടാണത്. കാതോട് കാതോരം. കാതോട് അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമുക്ക് ആദ്യത്തെ പടത്തിലെ പാട്ടൊക്കെ നന്നാവുക, അതൊരു മേലേക്ക് നോക്കിയിട്ട് നന്ദി പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ വയലിനിൽ തന്നെയാണ് കമ്പോസ് ചെയ്ത് ട്യൂൺ. അന്ന് ലാലാല പാടാൻ അറിഞ്ഞുകൂടാ എനിക്ക്. ലാ ലാ എന്ന് അത് വരിയില്ലാണ്ട് എങ്ങനെ പാടും? NV കുറുപ്പ് സാർ എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവുമല്ലോ ആദ്യം ചെയ്യുമ്പോൾ. അത് സാധാരണ ഉണ്ടാകേണ്ടതാണ്, പക്ഷെ എനിക്ക് ഉണ്ടായില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗീത സംവിധാനം ഒന്നും ഉദ്ദേശിച്ച് നടന്നിരുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം എന്നെയൊക്കെ പറഞ്ഞ് പാട്ട് ചെയ്യാനൊന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ പോകുന്നതാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് തേടി പോയിട്ടൊന്നുമില്ല. എനിക്കൊരു വയലിനിസ്റ്റ്, അത് ഇൻ്റർനാഷണൽ ലെവലിൽ പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ പറയുന്ന നിമിത്തങ്ങളിലൊന്നാണ് എങ്ങനെ അച്ഛനാവാൻ പഠിക്കാൻ പോയി, അതിനുശേഷം വയലിനിസ്റ്റായി, പിന്നെ അത് വിട്ട് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആവുന്നു. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, നമ്മളല്ലാതെ നടത്തപ്പെടുന്നതാണ്. ഈ ഇൻ്റർനാഷണൽ ലെവലിലെ കാര്യം പറഞ്ഞല്ലോ, ഓസ്കാർ നോമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഓസ്കാർ നോമിനേഷനിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതായത് ഔട്ട് ഓഫ് എത്രയോ ആയിരക്കണക്കിന് പാട്ടുകളിൽ ഒരു 39 പാട്ടുകൾ സെലക്ട് ചെയ്തു. അതിലൊരു 3 പാട്ട് എൻ്റെ ഡാം ട്രിപ്പിൾ നയനിൽ ഞാനും സോഹൻ എഴുതിയ വരികൾ, 2 ഇംഗ്ലീഷ് പാട്ടും ഒരു ഹിന്ദി പാട്ടും. അതേതൊക്കെയാ? ഒന്ന് ജസ്റ്റ് ഒന്ന് മൂളാവോ? मुझे छोड़ के क्यों गई, दिल तोड़ के क्यों चली, तू है कहाँ कभी, तू है कहाँ, रहेगा रहेगा मगर तू जहाँ रहेगा वहाँ दिल मेरा, और एक बार मिलेंगे क्या हम, बिछड़ा प्यार लौटेगा क्या, मुझे छोड़ के क्यों कली. ശ്രേയാ ഘോഷലും ഹരിഹരനും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഇത് പിന്നെ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്? ഇതില് നമ്മൾ തുടക്കത്തില് ഈ പാട്ട് കേട്ടാണല്ലോ, ഇതിന്റെ തുടക്കത്തില് ഈ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അധികവും ഇതിലെ പാട്ടില്. ഫ്ലൂട്ട്, പിന്നെ വയലിൻ, പിന്നെ പ്രത്യേകത ഒരു സ്റ്റാർട്ടിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഇൻസ്ട്രുമെന്റ് കൂടി ചേർന്നാണ്. അതായത് ബാൻജോ, മാൻഡലിൻ, യൂക്കലിൻ, പിന്നെ ലൂട്ട്. ഈ 4 ഇൻസ്ട്രുമെന്റും ചീനു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ അവിടെ മദ്രാസിൽ വായിക്കുന്ന വെരി ഗുഡ് മ്യൂസിഷ്യൻ, അത് വായിച്ചാണ്. അതാണ് അതിൻ്റെ ആ ഒരു ലൈഫ്. ഭരതേട്ടൻ, ഫാസിൽ സാറ്, കമല്, VK പ്രകാശ്, ഇവരുമായിട്ടെല്ലാം ഭയങ്കര കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിൽ. അത് ഡിപ്പെൻസ്. ഇത്രയും പേര് ബാക്കി പ്രദർശനത്തിൽ കൂടെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഞാനത് ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഭയങ്കര സംഭവം. ഇപ്പം ഈ ഭരതേട്ടൻ്റെ കൂടെയും കമലിൻ്റെ കൂടെ ആദ്യത്തെ ഉണ്ണികളെ കഥ പറയാം. ഉണ്ണികളാണ് രസമായ പാട്ടുകളാണ്. അതേപോലെ VK പ്രകാശിന്റെ കൂടെ മുല്ലവള്ളി തേന്മാവ്, താമര മെല്ലെ തൊട്ടു വിളിച്ചു, ഇത് ഡുവറ്റ് സോങ് ആണ്.